ബാലു, ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെയൊക്കെ ബാലുവും ജഗദീഷ് മിശ്രും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച ദൃശ്യങ്ങൾ, വാർത്തകൾ, വിവരങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ നോവാണ്, രാജ്യത്തിന്റെ മുഴുവൻ നോവാണ് രാജ്കുമാർ ഥാപ്പെ. നമുക്ക് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നഷ്ടപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് വരെ ബാലു പോയിരുന്നു. ആ വിവരങ്ങൾ നമ്മളേക്ക് കാണിച്ചിരുന്നു. ആ ഷെല്ലാക്രമണത്തിന്റെ ആഘാതം നമുക്ക് കാണിച്ചതാണ്. ബാലു, നിലവിലെ സാഹചര്യം എന്താണ് അവിടെ? നിലവിലിപ്പോൾ സ്ഥിതി ശാന്തമാണെന്ന് പറയാം. കാരണം രാവിലെ ഒരു 7:30 ശേഷം പിന്നീട് ഷെല്ലിംഗ് ഒന്നും തന്നെ അതിർത്തിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ നിലവിൽ അതിനുശേഷം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്, ഇന്നലെ പൂഞ്ചിലെ എന്നതുപോലെ തന്നെ ഇന്ന് രജൌരി നഗരത്തിൽ നിന്ന്, രജൌരിയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ കൂട്ടമായി പലായനം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ വേണ്ടി കഴിയുന്നത്. കിട്ടുന്ന വണ്ടിയിൽ അവർ കയറി ഇവിടെ നിന്ന് പോവുകയാണ്. കാരണം ഈ പട്ടണം ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് പൊതുവെ ഇനിയിപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം ഞാൻ ഇന്ന് പല വീടുകളിലുമൊക്കെ പോകുമ്പോൾ, ഈ സ്ഫോടനം നടന്ന വീട്, സ്കൂള് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ പറയുന്നത്, പണ്ടൊക്കെ പാകിസ്ഥാൻ ഈ അതിർത്തി ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നു ഈ ഷെല്ലിംഗ് ഒക്കെ നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ ഈ ഏതാണ്ട് 12 കിലോമീറ്റർ ഉള്ളിൽ വരെ പാകിസ്ഥാന്റെ ഈ ആർട്ടിലറി ഫയറിങ്ങും അതുപോലെ തന്നെ ഷെല്ലിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ ഷെല്ലിങ്ങിലൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടം ഇവിടുത്തെ സിവിലിയൻ മേഖലകളിൽ നമുക്ക് കാണാനും വേണ്ടി കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണമാണ് നാട്ടുകാർ കൂട്ടത്തോടുകൂടി, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ചിനും മെന്താറിനും ശേഷം രജൌരി എന്ന ഇന്ത്യയുടെ ഒരു അതിർത്തി പ്രദേശം കൂടി ഇപ്പോൾ ഏതാണ്ട് കാലിയായി വിജനമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ ജമ്മുവിലേക്ക് ഇങ്ങനെ വാഹനങ്ങൾ, ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, വാഹനങ്ങൾ അങ്ങനെ പൊക്കൊണ്ടേയിരിക്കുകയാണ്. കിട്ടുന്ന സാധനങ്ങളുമൊക്കെ ആയിട്ട് നാട്ടുകാർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവുകയാണ്. ഇനിയും ഈ മേഖലയിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് എന്ന ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ വരെ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് ഇന്ന് തന്നെ ഒഴിയണം എന്നതാണ്. ഒരുപക്ഷെ നമ്മൾ അഭ്യർത്ഥിച്ച, അല്ലെങ്കിൽ പലരും രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ രജൌരിയിലുണ്ട്. അവരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് ഒരുപക്ഷെ ഈ രാത്രി കൂടി കഴിയാൻ വേണ്ടി സമ്മതിക്കുമായിരിക്കും. ഈ ഹോട്ടലിൽ നിന്നും ജീവനക്കാരൊന്നുമില്ല, അവരൊക്കെ രാവിലെ തന്നെ പോയി ഹോട്ടലോ അല്ലെങ്കിൽ മറ്റൊന്നും റെസ്റ്റോറൻറ്റുകളോ ഒന്നും ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഏതാണ്ട് നഗരം കാലിയാകുന്ന, ഒരു പട്ടണം മുഴുവൻ കാലിയാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.